Hello dear students, welcome all of you. So last class നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. സോ ഇന്ന് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. സോ എല്ലാ കുട്ടികളും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the frequency of a photon whose energy is 66.3 electron volt? That is the question actually. So how we can solve this? ഏത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ആണ്. ഇക്വേഷൻ E ഈക്വൽ ടു എച്ച് ന്യൂ എന്നെഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് എനർജി തന്നിട്ടുണ്ട് 66.3. കൺവേർഷൻ വേണം, ജൂളിലേക്ക് മാറ്റുകയാണെങ്കിൽ 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ വരുന്നത് 6.634 അല്ലെങ്കിൽ 6.63 ഇൻറ്റു 10⁻⁻4. സോ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, സോ ആദ്യം എനർജിയുടെ വാല്യൂ കൊടുത്തു, അതിൻ്റെ കൺവേർഷൻ കൊടുത്തിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദി ആൻസർ ഈസ് 1.6 ഇൻറ്റു 10⁻16 ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് വരുന്ന ഹെഡ്സ് ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, dear students, I am moving to the next question. Second question. The question is, if a light of wavelength 4950 angstrom is viewed as a continuous flow of photon, what is the energy of each photon in EV given h? Planck's constant തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് എന്ത് കാണാനാണ്? വാട്ട് ഈസ് ദി എനർജി? അഗെയിൻ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് E ഈക്വൽ ടു എച്ച് ന്യൂ എന്നെഴുതാം, അല്ലെങ്കിൽ hc/λ എന്നെഴുതാം. ആം ഐ റൈറ്റ്? ദെൻ ഹിയർ വാല്യൂസ് കൊടുത്ത് നോക്കൂ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എനർജി കാണാനാണ്. E ഈക്വൽ ടു 6.634 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4950 ആണ്. 4950 ഇൻറ്റു 10⁻⁻10 എന്നെഴുതും. കിട്ടുന്ന ആൻസറിനെ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ എന്ത് കിട്ടും? എനർജിയുടെ ആൻസർ കിട്ടും. സോ ഡിയർ സ്റ്റുഡൻസ്, ഇതിൻ്റെ ആൻസർ വരുന്നത് 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിംപ്ലിഫിക്കേഷൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, ജസ്റ്റ് ഈസി ആയി വരുന്ന മൾട്ടിപ്ലിക്കേഷൻസും ഡിവിഷൻസും അല്ലേ ഉള്ളൂ. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ whose wavelength is 6600 angstrom. സോ ഫസ്റ്റ് നമുക്ക് എന്താണ്? എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? സോ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ബേസിക് ഇക്വേഷൻ നമുക്ക് വരുന്നത് വേവ് ലെങ്ത് ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? സോ E ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ hc/λ എന്നെഴുതാം. ഇവിടെ വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്? ലാംഡ എഴുതിയത്. പറഞ്ഞത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ വാല്യൂസ് കൊടുക്കുമ്പോൾ 6.634 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6600 ഇൻറ്റു 10⁻⁻10. കൺവേർഷൻ വേണം. 1 ആംസ്ട്രോം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്, അതുകൊണ്ടാണ് എഴുതിയത്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 3 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്നായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ടും കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ മൊമെൻറ്റം? സോ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ വരുന്നത് P ഈക്വൽ ടു h/λ എന്നുള്ളതാണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. സ്മോൾ ലെറ്റർ P യൂസ് ചെയ്യുക. എച്ചിൻ്റെ വാല്യൂ 6.634 ഇൻറ്റു 10⁻⁻34 ഹോൾ ഡിവൈഡഡ് ബൈ ലാംഡ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6600 ആംസ്ട്രോം. സോ 6600 ഇൻറ്റു 10⁻⁻10. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 10⁻⁻27 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. SI യൂണിറ്റ് ഓഫ് മൊമെൻറ്റം വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഓക്കെ, സോ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ബേസിക് മാത്സ് ആണ്. സോ ആൻസർ വരുന്നത് 10⁻27 ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിയർ സ്റ്റുഡൻസ്, our next question is, what is the wavelength of a photon of energy 3.3 into 10⁻19 joule? വേവ് ലെങ്ത് ലാംഡയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ബേസിക് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് E ഈക്വൽ ടു എച്ച് ന്യൂ എന്നറിയാം, E ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്നറിയാം. ഇതൊക്കെയാണ് ബേസിക് ഇക്വേഷൻസ് നമുക്കറിയാവുന്നത്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എനർജി തന്നിട്ടുണ്ട്, എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? വേവ് ലെങ്ത്. അപ്പോൾ ഈ ഒരു പാർട്ട് എടുത്താൽ മതി, അതായത് ലാംഡ, വാട്ട് ഈസ് എ വേവ് ലെങ്ത്? ലാംഡ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ ഇ എന്നെഴുതാം. ദാറ്റ് ഈസ് 6.634 ഇൻറ്റു 10⁻⁻34 into 3 into 10⁸ ഹോൾ ഡിവൈഡഡ് ബൈ ഇ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3.3 into 10⁻⁻19 ആണ്. സോ ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ, സോ ദി ആൻസർ ഈസ് 6 into 10⁻⁻7 മീറ്റർ. സോ ഓർത്ത് വെക്കുക ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എച്ച് സി ബൈ ഇ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ്, അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ ഡി ബ്രൂഗ്ലി വേവ് ലെങ്ത്? ലാംഡ അഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ എങ്ങനെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് എഴുതാം? ദാറ്റ് ഈസ് ഡി ബ്രൂഗ്ലി വേവ് ലെങ്ത് അല്ലേ, ലാംഡ ഈക്വൽ ടു 1.227 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് 100 എന്ന് വരും. കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കണം? നാനോ മീറ്ററിലേക്കായിരിക്കണം. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവർ ആൻസർ ഈസ് 0.123 നാനോമീറ്റർ. ശ്രദ്ധിക്കണേ, നമ്മുടെ ബേസിക് ഇക്വേഷനിൽ നാനോമീറ്ററിലാണ് ഇക്വേഷൻസ് കിടക്കുന്നത്. കൺവേർഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നാനോമീറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാം. നാനോമീറ്റർ മാറ്റണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? 10⁻⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഐ ആം മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ മൊമെന്റം. ദെൻ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും സിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇക്വേഷൻസ് ഫസ്റ്റ് വരുന്നത് എന്താ? പി ഈക്വൽ ടു അല്ലെ, പിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്കറിയാം പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്നെഴുതാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഇക്വേഷൻ ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. ദെൻ നമുക്കറിയാം ഫ്രീക്വൻസി അല്ലെ, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ എന്നെഴുതാം. അതിൽ നിന്ന് ലാംഡയെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സി ബൈ ന്യൂ എന്നെഴുതാം. ഇത് കറക്റ്റ് അല്ലേ? ദെൻ ഹിയർ എച്ച് ബൈ ലാംഡ എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ദാറ്റ് മീൻസ് സി ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് വരും. ഈ ന്യൂ എവിടെ വരും? ഏറ്റവും മുകളിൽ അല്ലെ, ന്യൂമറേറ്ററിൽ വരും. ദാറ്റ് ഈസ് എച്ച് ന്യൂ ബൈ സി എന്ന് വരും. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പി ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 6.634 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു ന്യൂ. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ഇൻറ്റു 10⁻13 ഡിവൈഡഡ് ബൈ ദെൻ സി, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഫിക്സ്ഡ് ആണ്, 3 ഇൻറ്റു 10⁸8. ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ ആൻസർ വരുന്നത്, അവർ ആൻസർ ഈസ് 1.1 ഇൻറ്റു 10⁻28 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് അവർ ഫൈനൽ ആൻസർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ SI യൂണിറ്റ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇക്വേഷൻ വളരെ എളുപ്പമാണ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക, സോൾവ് ചെയ്യുക. ദെൻ ഐ ആം മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Students, our next question is, the kinetic energy of the electron orbiting in the first excited state of hydrogen atom is 3.4 eV. Determine the de Broglie wavelength associated with it. So, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ലാംഡയാണ്. സോ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻസ് വരുന്നത് എങ്ങനെയാണ് നോക്കൂ. നമ്മൾ പഠിച്ചതാണ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ √2mk. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്.
കെ എന്നുള്ളത് നമുക്ക് ഇ ഇൻറ്റു വി, അതായത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു പൊട്ടൻഷ്യൽ ആക്കിയിട്ടും എടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വാല്യൂസ് കൊടുക്കുമ്പോൾ ദറ്റ് ഈസ് 6.634 ഇൻറ്റു 10⁻⁻34 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു കൈനറ്റിക് എനർജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. കൈനറ്റിക് എനർജി എക്സീഡഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 3.4 ഇലക്ട്രോൺ വോൾട്ട്. സോ 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് കൈനറ്റിക് എനർജി തന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3.4 അതിൻ്റെ കൺവേർഷൻ കൂടി നമ്മൾ എടുക്കണം. കാരണം ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിട്ടുള്ളത്, അതിനെ നമുക്ക് എന്തുകൂടി മാറ്റണം? 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ ഈസ് 6.63 ഇൻറ്റു 10⁻⁻10. നമ്മൾ ലാംഡയല്ലേ കാണുന്നത്, ലാംഡയുടെ SI യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. Okay, then I am moving to the next question. Students, our next question is the ratio of the energy of photon with lambda equal to 150 nanometer to the lambda equal to 300 nanometer ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ നമുക്ക് റേഷ്യോ കാണാം? ഇക്വേഷൻ എഴുതുമ്പോൾ എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് E1 ഡിവൈഡഡ് ബൈ E2 ഈക്വൽ ടു lambda 2 divided by lambda 1. lambda 2 300 ആണ്, lambda 1 150 ആണ്. സോ ആൻസർ വരുന്നത് 2 ആണ്. റേഷ്യോ ആണോ ചോദിച്ചേ? ഓക്കെ, 2 എന്ന് എഴുതാം, അല്ലെങ്കിലോ 2:1 എന്ന് എഴുതാം. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. ആൻസർ വരുന്നത് എന്താണ്? സി E1 by E2 equal to lambda 2 by lambda 1, that is 300 by 150. സോ ആൻസർ വരുന്നത് 2 ആണ്, അല്ലെങ്കിൽ 2:1 ആണ്. ശരിയല്ലേ? 2:1 ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് ദ എനർജി ഓഫ് എ ഫോട്ടോൺ കറസ്പോണ്ടിങ് ടു എ വേവ് ലെങ്ത് 6000 ആംസ്ട്രോം ഈസ് 3.32 ഇൻറ്റു 10⁻⁻19 ജൂൾ ആണ്. ദെൻ ക്വസ്റ്റ്യൻ ദ ഫോട്ടോൺ എനർജി ഫോർ എ വേവ് ലെങ്ത് ഓഫ് 4000 ആംസ്ട്രോം. എഗെയിൻ ഈ റേഷ്യോ നമ്മൾ എടുത്തില്ലേ, ആ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ എങ്ങനെ വരും ഇക്വേഷൻ? പറയൂ. E2 ബൈ, നമ്മളോട് ചോദിച്ചാൽ ഇഫ് ദി എനർജി ഓഫ് എ ഫോട്ടോൺ അല്ലേ. സോ E2 ബൈ E1 ഈക്വൽ ടു lambda 1 ബൈ lambda 2 എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എനർജി ഓഫ് എ ഫോട്ടോൺ കറസ്പോണ്ടിങ് ടു എ വേവ് ലെങ്ത്. അപ്പോൾ lambda 1 തന്നിട്ടുണ്ട്, E1 തന്നിട്ടുണ്ട്. ദെൻ ഫോട്ടോൺ എനർജി E2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ എന്ത് തന്നിട്ടുണ്ട്? lambda 2 തന്നിട്ടുണ്ട്. സോ E2 ഈക്വൽ ടു lambda 1 ബൈ lambda 2 ഇൻറ്റു E1 എന്ന് വരും. ദെൻ lambda 1ൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് എത്രയാണ്? 6000 ആണ്. ആംസ്ട്രോം ഉണ്ട് കേട്ടോ. ദെൻ lambda 2ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4000 ആണ്. ഇൻറ്റു E1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3.32 ഇൻറ്റു 10⁻⁻19 ആണ്. സോ ഇതാണ് നമ്മുടെ വാല്യൂസ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആൻസർ വരുന്നത് എന്തായിരിക്കും? 3.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. കൺവേർഷൻ വേണമെന്നില്ല, നിർബന്ധമില്ല. എപ്പോഴും SI യൂണിറ്റിലേക്ക് മാറ്റാൻ ജൂളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എങ്ങനെയാണോ അത് ഓപ്ഷനിൽ തന്നെ യൂണിറ്റ് തന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ദെൻ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ഇഫ് എ പവർ ഓഫ് 4 kilowatt produces 10⁻20 photons per second, the radiation belongs to a part of the spectrum called. അപ്പോൾ ഇത് അവർ തന്നിട്ടുണ്ട് 4 ഓപ്ഷൻ. ഗാമ ഉണ്ട്, എക്സ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ്സ് ഉണ്ട്. സോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്കാം. സി പവറിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പവർ ക്യാപിറ്റൽ P ഈക്വൽ ടു NHC ഡിവൈഡഡ് ബൈ ലാംഡ. ഈ ഇക്വേഷനിൽ നിന്ന് ലാംഡ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? NHC ഡിവൈഡഡ് ബൈ P എന്ന് കൊടുക്കാം. സോ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, എത്ര? N 10⁻20 photons per second. സോ 10⁻20 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ, 6.634 ഇൻറ്റു 10⁻⁻34.
6.634 into 10 raised to minus 34. Then C യുടെ വാല്യൂ എന്താ 3 into 10 raised to 8 ഹോൾ ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ പവർ ആണ് അല്ലേ, എത്ര തന്നിട്ടുണ്ട് 4 കിലോ വാട്ട്. സോ 4 into 10 ക്യൂബ് എന്ന് വരും. ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ ലാംഡയുടെ വാല്യൂ വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, സോ ആൻസർ വരുന്നത് 0.5 into 10 raised to minus 9 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം, 50 ആംസ്ട്രോം എന്ന് വരാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നമ്മളൊരു സീരീസ് പഠിക്കുന്നുണ്ട് അല്ലേ, എക്സ്റേ, ഗാമ റേ, ഇൻഫ്രാറെഡ് റേ. അതിലുള്ള വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. 50 ആംസ്ട്രോം എന്ന് പറയുമ്പോൾ നമ്മളത് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ EMWയിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ഇതിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഈസ് ഏതായിരിക്കും, എക്സ്റേ ആയിരിക്കും. ഓക്കെ, സോ ആ വേവ് ലെങ്ത് കൂടി പഠിച്ചിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സോഡിയം ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഡിയം ആൻഡ് കോപ്പർ ഹാവ് വർക്ക് ഫംഗ്ഷൻസ് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 4.5 ഇലക്ട്രോൺ വോൾട്ട് റെസ്പെക്റ്റീവ്ലി. ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ത്രഷോൾഡ് വേവ് ലെങ്ത് ഈസ് നിയറസ്റ്റ് ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ളത് സോഡിയം ആൻഡ് കോപ്പർ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, റേഷ്യോ ഓഫ് ദെയർ ത്രഷോൾഡ് വേവ് ലെങ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുമ്പോൾ ലാംഡ എഴുതി, വേവ് ലെങ്ത് ഓക്കെ ലാംഡ എഴുതി. ആദ്യം ഏതാണ്, സോഡിയം ഉണ്ട്, ഡിവൈഡഡ് ബൈ അടുത്തത് ഏതാണ്, കോപ്പർ ഉണ്ട്, ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് വർക്ക് ഫംഗ്ഷൻ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എനിക്ക് എന്ത് വരും, വർക്ക് ഓഫ് സോഡിയം എഴുതാം. ദെൻ ന്യൂമറേറ്ററിൽ എന്ത് എഴുതാം, വർക്ക് ഫംഗ്ഷൻ ഓഫ് കോപ്പർ എഴുതാം. ഇനി വാല്യൂസ് നോക്കൂ, എന്തെല്ലാം വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. സോഡിയം ആൻഡ് കോപ്പർ ഹാവ് വർക്ക് ഫംഗ്ഷൻസ് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 4.5. അത് കോപ്പറിൻ്റെ എത്ര, 4.5. അപ്പോൾ കോപ്പറിൻ്റെ 4.5 ഉണ്ട്, ഡിവൈഡഡ് ബൈ സോഡിയത്തിൻ്റെ ആദ്യം തന്നിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ 2.3 ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, റേഷ്യോ എഴുതുകയാണെങ്കിൽ 2:1 എന്ന് എഴുതാം. സോ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, അതായത് ഓപ്ഷൻ നമ്പർ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട, അതായത് ഡ്യുവൽ നേച്ചറും റേഡിയേഷൻ അല്ലേ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, ഈസി ആയിട്ടുള്ള തിയറീസും വളരെ എളുപ്പമുള്ള പ്രോബ്ലംസും മാത്രമേ ഇവിടുന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ് എല്ലാവർക്കും എല്ലാവർക്കും ഇഫക്റ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായി എന്ന വിശ്വാസത്തോടെ വീണ്ടും അടുത്ത ചാപ്റ്ററുമായി അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.